പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബദറുദ്ദീൻ പഴന്തോട്ടം. ഇന്ന് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്താണെന്നുള്ളൊരു ചെറിയൊരു വിവരണം തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ബൊഗെയിൻവില്ലയൊക്കെ എല്ലാ സ്ഥലത്തും പൂത്ത് കിടക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ബൊഗെയിൻവില്ല വയ്ക്കാതെ ഒരു മരത്തിൽ തന്നെ വ്യത്യസ്ത കളറുകൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി സിമ്പിളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഒരെണ്ണം ചെയ്ത് വച്ചേക്കണതാണിത്. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു മരമാണിത്. ഇത് മരത്തിൽ വേറൊരു കമ്പ് കൊണ്ടു വെച്ചതാണ്. അപ്പോൾ നമ്മൾ 3-4 കളറ് നമുക്ക് എത്ര കമ്പ് കിട്ടാവുന്നോ അതനുസരിച്ച്, അല്ലെങ്കിൽ മരത്തിന് വണ്ണം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ ഒരു വേറൊരു കളറ് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനകത്ത് ശരിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് ബ്ലേഡും അല്ലെങ്കിൽ കത്തിയോ നല്ല വൃത്തിയായിട്ട് ക്ലിയറായിട്ട് ചെയ്യണം. അങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ച് ഫെയിലാകലോ പാസ്സായെന്ന് വിചാരിച്ചിരിക്കണ്ട. ചിലപ്പോൾ ഫെയിലാവും. അങ്ങനെ ചെയ്ത് നമ്മൾ കുറേയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ മെയിൻ ഒരു ടെക്നിക്കുണ്ട്. അത് അധികം പേര് പറഞ്ഞു തരാത്തൊരു കാര്യവും ചിലപ്പോൾ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് പോയത് കൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതും ഈ വീഡിയോയുടെ പകുതിക്ക് ഞാൻ വേറൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കമ്പ് ചെയ്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല കൃത്യമായിട്ട് കിട്ടും, കാരണം ചെറിയൊരു മരമായതുകൊണ്ട് ക്ലിയർ ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഇതിനകത്തൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഇപ്പോൾ വീടിൻ്റെ അടുത്തൊരു 3-4 ടൈപ്പ് കളറ് കിട്ടി. അപ്പോൾ വീട്ടിലിപ്പോൾ ഒരു കളറിൻ്റെ ഒരു ബൊഗെയിൻവില്ല കൊമ്പ് നട്ട് ഇതാക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണം. ഒരു 5-6 ടൈപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രണ്ണം പിടിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് പിടിച്ചില്ലെങ്കിലൊന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാം പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പിടിക്കാത്ത നമ്മൾ ആ കൊമ്പിൻ്റെ അകത്ത് കുറച്ചുകൂടി കയറ്റി കട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും ആ ടൈപ്പ് കളറ് ഉണ്ട്. നമ്മളപ്പോൾ അതനുസരിച്ച് കളർ എഴുതി വെക്കുന്നുണ്ട്, ഏതൊക്കെയാണ് ചെയ്തേണ്ടെന്നുള്ളത്. കാരണം പിടിച്ച് പൂത്ത് കഴിയുമ്പോഴല്ലേ കളർ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പാകത്തിന് അതിനകത്ത് ഓരോ കൊമ്പിലും ചെയ്യണതിൻ്റെ പേര് എഴുതി വയ്ക്കുന്നുണ്ട്, കളറും എഴുതി വയ്ക്കുന്നുണ്ട്, എവിടെ നിന്നാണെന്നുള്ളതും അത് ജസ്റ്റ് ഇത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതനുസരിച്ച് ചെയ്ത് ക്ലിയറായിട്ട് വരാം. ഇപ്പോൾ എല്ലാ കൊമ്പും നമ്മൾ ക്ലിയറായിട്ട് ചെയ്ത് ഒരു ഇത് നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളതിലേക്ക് നമ്മുടെ കൈ ടച്ച് ചെയ്യാതെ ഇരിക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ ചെറിയ ചെറിയ കൊമ്പിലും ചെയ്യണം നല്ലത്. നമ്മളൊരു ബൊഗെയിൻവില്ല നട്ട് വളർത്തി നല്ലൊരു വണ്ണമാവുമ്പോൾ അതിനകത്ത് വേറൊരു ടൈപ്പ് ഗ്രാഫ്റ്റ് ചെയ്യാം. അത് നിങ്ങളെ കാണിക്കുന്നതാണ്. പക്ഷേ ഈ വീഡിയോയുടെ പകുതിക്ക് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ കൊമ്പായതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുള്ളൂ. എല്ലാം നമ്മളിപ്പോൾ നല്ലൊരു ഇത് ഗ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് നമ്മൾ കറക്റ്റായിട്ടൊരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ മാസങ്ങളിലൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ അത് ഒരുപാട് മഴയുള്ള സമയത്ത് ചെയ്യാതിരിക്കാനാണ് നല്ലത്. പിന്നെ വെയിൽ കൂടുതലുള്ള സമയത്ത്, അങ്ങനെ വെയിൽ കൂടുതലുള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ വെയിലേർ എടുക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും കവറിങ് കൊടുക്കാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലൊക്കെയാണ് പെട്ടെന്ന് പിടിക്കുകയുള്ളൂ. പക്ഷേ വെയിലില്ലാത്ത ഒരുപാട് വെയിലേർ ഉള്ള സമയത്ത് അല്ലാത്തപ്പോഴാണ് നല്ലത്. കാരണം ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ മാസങ്ങളിലൊക്കെയാണ് നല്ലൊരു സമയമാണെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഞാൻ ചെയ്തതൊക്കെ കുറേയൊക്കെ അങ്ങനെയാണ്, ആ സമയത്തൊക്കെയാണ് വിജയിച്ചത്. അല്ലെങ്കിൽ നമ്മളൊരു 10 ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 ഇപ്പോൾ വിജയിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അഴിച്ച് നോക്കിയേക്കണതാണ്. എന്താ ഇപ്പോൾ ഇത് ഒരെണ്ണം പിടിച്ചു, ഇതൊരു കളറ് പിടിച്ചു, ഇതേ കണ്ടാൽ നോക്കി പിടിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. പിന്നെ അടുത്തത് പിടിച്ച് കാണാം. അത് പിടിച്ചില്ല, അത്രയും വലുതായി. അതിനകത്ത് ആ കൊമ്പിൽ 2 ചെയ്തിരുന്നു, പക്ഷെ ഒരെണ്ണം പിടിച്ചിട്ടില്ല, ഒരെണ്ണം പിടിച്ചു. അത് പിടിച്ചിട്ടുണ്ട്, ഇത് പിടിച്ചിട്ടില്ല. ഇത് ഉണങ്ങിപ്പോയി, കൊമ്പ് വാടിപ്പോയി. അതിൻ്റെ ഇത്ര പെട്ടെന്ന് ബൊഗെയിൻവില്ല 7 ദിവസം 8 ദിവസം കൊണ്ടൊക്കെ 10 ദിവസത്തിന് താഴെ ആകുമ്പോഴത്തേക്കും പിടിച്ച് മറ്റേ കൂമ്പുകൾ വരാൻ തുടങ്ങും. ഇത് പിടിച്ചില്ല, ഇത് പോയി, ഇത് ഫെയിലായി. അതുപോലെ തന്നെ ഇതും ഫെയിലായി. അതും ഫെയിലായിട്ടുണ്ട്. ഈ ഫെയിലാവണതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം.
ഇതിപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഫെയിലാക്കിയതല്ല, ചിലപ്പോൾ എന്തോ നമ്മുടെ ക്ലിയറൻസിൻ്റെ. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ഒരു ബ്ലേഡ്, ഒരു നൈഫ്, പിന്നെ ഒരു കട്ടർ, പിന്നെ ഒരു ടേപ്പ്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഈ കവർ അല്ലെങ്കിൽ സിപ്പപ്പിൻ്റെ കവർ അങ്ങനെ എന്തെങ്കിലും മതി. അപ്പോൾ ഇതൊരു മാവിൻ്റെ കൊമ്പാണ്. ഇതൊരു മാവിൻ്റെ കൊമ്പിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കണതാണ്. നമ്മൾ കൊമ്പെടുക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു മരമായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ കൊമ്പ് എടുത്തേക്കണതാണ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കൊമ്പെന്ന് വെച്ചാൽ ഒരുപാട് മൂക്കാത്തതും എന്നാൽ തീരെ മൂത്തതും ആവരുത്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ എടുത്തിട്ട് ഉണ്ടാകും മരത്തിൻ്റെ അതിൽ പച്ചപ്പുള്ള ഭാഗം നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോ എല്ലാം നല്ല വൃത്തിയോട് ഇരിക്കണം. നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യണ ആ ഒരു മൈൻഡിൽ തന്നെ ചെയ്യണം കാര്യങ്ങൾ. കാരണം ചിലപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കാനും ചിലപ്പോൾ അതിൻ്റെ ആ വൃത്തിയുടെ ഇതുകൊണ്ട് ചിലപ്പോൾ പിടിക്കാതിരിക്കാനും വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യുമ്പോൾ ക്ലിയറായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട സയൻ അത് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. അതും ഇതുപോലെ തന്നെ ഒരുപാട് മൂത്ത കൊമ്പാവരുത്, ചെറിയൊരു പച്ചപ്പ് അങ്ങനെയുള്ളത് എടുക്കാവുള്ളൂ. എടുത്തിട്ട് നമ്മൾ നൈഫ് വെച്ചിട്ട് നമ്മൾ ഏത് മരത്തിലാണ് ചെയ്യേണ്ടത് അത് നമ്മൾ ക്ലിയർ ആക്കി എടുക്കുക. ഞാനൊരു കൊമ്പ് കൈ പിടിച്ചെന്നുള്ളൂ കേട്ടോ. ഇത് ശരിക്കും ഒരു മരമായിട്ട് തന്നെ നമ്മൾ കണക്ക് കൂട്ടുക. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഭാഗത്തിനാണ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തേക്കണത്. അപ്പോൾ ഇതൊരു മരമായിട്ട് നമ്മളൊരു കുരു മുളപ്പിച്ച മരമോ അല്ലെങ്കിൽ ഒരു മരത്തേലോ ഒരു കൊമ്പ് ആയിട്ട് കണക്ക് കൂട്ടുക. അങ്ങനെ അത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള നല്ലൊരു വെറൈറ്റി ഇപ്പോൾ മറ്റേ ബൊഗൻവില്ല ആണെങ്കിലും അല്ലെങ്കിൽ മാവിൻ്റെയോ എന്താണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു പാരയുടെ ആ ഷേപ്പ് പോലെ നമ്മൾ എടുക്കുക സയൻ. അത് കറക്റ്റായിട്ട് ചെത്തിയെടുക്കുക. ഒരുപാട് നൈസായി പോകരുത്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡിലും തൊലി അത് തീരെ പോവുകയും ചെയ്യരുത്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ രണ്ട് സൈഡിലെ തൊലി നമ്മൾ പൂർണ്ണമായിട്ട് പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ കിട്ടണം. ആ തൊലിയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചേർത്ത് പിടിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഇങ്ങനെ മരത്തിട്ട് നമ്മൾ ഇറക്കി വയ്ക്കാം. ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ഇറക്കി വയ്ക്കുമ്പോൾ രണ്ട് സൈഡ് വരും. ഒരു സൈഡ് കണ്ട ഈ ഒരു സൈഡ് കറക്റ്റായിട്ട് രണ്ട് സൈഡും കറക്റ്റാണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വയ്ക്കണ കൊമ്പിൻ്റെ തൊലിയും ഈ ഇരിക്കണ മരത്തിൻ്റെ നമ്മൾ ചെയ്യണ മരത്തിൻ്റെ തൊലിയും തമ്മിൽ നല്ല രീതിയിൽ ചേർന്നിരിക്കണം. കാരണം ഇത് ആണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ആൾക്കാർ ഗ്രാഫ്റ്റിങ് ചെയ്യണത് കൊമ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇറക്കി വെക്കണതും ടേപ്പ് ചുരുണൊക്കെയാണ് കാണിക്കണത്. പക്ഷെ അത് അത്ര ക്ലിയർ ആവില്ല. കറക്റ്റായിട്ട് ഇത് കണ്ടോ, ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ രണ്ട് സൈഡ് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ സെയിം കൊമ്പാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു അളവ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന കൊമ്പിൻ്റെ അത് കറക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ടേപ്പ് വെച്ച് ചെറിയൊരു വള്ളിയോ ടേപ്പ് എന്തെങ്കിലും വെച്ച് ഈ ടേപ്പ് ശരിക്കും ഇങ്ങനെ വലിഞ്ഞ് വള്ളി പോലെയാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് വലിച്ച് കെട്ടുക. ഞാൻ ഇപ്പോൾ ഇതിനു മുമ്പ് ഇതിൻ്റെ കൊമ്പ് ഇലകൾ കിള്ളാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ എടുക്കേണ്ട സയൻ്റെ ഇലകൾ കറക്റ്റായിട്ട്, അതായത് നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ട കൊമ്പിൻ്റെ ഇലകൾ കറക്റ്റായിട്ട് കളയണം. എന്നാലും നമുക്ക് കവർ ഇറക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് വച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ വലിച്ച് മുറുക്കി കെട്ടുക. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത്ര പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മാത്തയിൽ 6, 7, 8 ടൈപ്പ് മാങ്ങ, അല്ലെങ്കിൽ ഒരു ബൊഗെയിൻവില്ലയിൽ പല കളറുകൾ, ബൊഗെയിൻവില്ലയുടെ ഒരു മരത്തിൽ പല കളറുകൾ, ശരിക്കും പറഞ്ഞാൽ ഒരു ബൊഗെയിൻവില്ലയിൽ പല കളറുള്ള ബൊഗെയിൻവില്ലയുടെ മരത്തിൻ്റെ വില 5000. മരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു തൈയുടെ വില 4000, 5000, 6000. കണ്ടോ ഇതുണ്ടോ? ഇതേപോലെ നമ്മൾ ടൈറ്റായിട്ട് കെട്ടണം. ടൈറ്റായിട്ട് കെട്ടി കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം ഇറങ്ങാണ്ട് മാക്സിമം നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കവറ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ സിപ്പപ്പിൻ്റെ കവറോ അല്ലെങ്കിൽ സിപ്പപ്പിൻ്റെ കവർ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇല കിളന്ത് വരാൻ നേരം ചിലപ്പോൾ അതിനെ തൊട്ടിപ്പിടിച്ച് ഹ്യൂമിഡിറ്റി കൊണ്ട് ആ ഇല വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി വലിപ്പമുള്ള കവർ എടുക്കുക. അതിനകത്ത് വെള്ളം കയറ്റണം. വെള്ളം ഒരു ഹ്യൂമിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം എടുത്ത് ആ വെള്ളം ഫുള്ള് കളയാം. വെള്ളം അതിനകത്ത് പാടില്ല. വെള്ളം ഫുള്ളും കുടഞ്ഞ് കളയണ്ട, ഊറ്റി ഇങ്ങനെ ഒരു ഇതായി കളഞ്ഞിട്ട് നമ്മൾ ആ കൊമ്പിലേക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ തൊട്ട് താഴെ വരെ ഈ കവറിൻ്റെ തുമ്പ് കിട്ടണം. നമ്മൾ ആ ചെയ്ത ഭാഗത്തിൻ്റെ താഴെ വരെ
കൊമ്പ് കിട്ടണം. എന്നിട്ട് നല്ല വള്ളി വെച്ച് വലിച്ചങ്ങോട്ട് കെട്ടുക. അങ്ങനെ ചേറ് ശരിക്കും പാസ്സാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ശരിക്കും അങ്ങോട്ട് വലിച്ച് കെട്ടുക. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ബൊഗെയിൻവില്ലയൊക്കെ ഒരു 7-8 ദിവസം 10 ദിവസത്തിനുള്ളിൽ കൂമ്പ് വരാൻ തുടങ്ങും. മറ്റുള്ള സംഭവങ്ങൾ ഒരു 10-15 ദിവസം 20 ദിവസം 30 ദിവസം 15-നും 30-നും ഇടയ്ക്ക് വരും. ഈ പച്ചപ്പ് തന്നെ നിൽപ്പുണ്ടോയെന്ന് നോക്കുക. പച്ചപ്പായം ഇല്ല, ഇങ്ങനെ കളറ് മാറി ഉണങ്ങി പോവുകയാണെങ്കിൽ അത് പിന്നെ പിടിക്കില്ല. പച്ചപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ താഴെ ചിലപ്പോൾ ഇലയൊക്കെ കൂമ്പ് വളരും അടിയിലത്തെ മരത്തിന്. അപ്പോൾ പയ്യെ നമുക്ക് പറ്റുമെങ്കിൽ കിള്ളി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കിള്ളി കൊടുക്കുക. കൂടെ അഴിച്ച് കിള്ളി കൊടുക്കരുത്. അപ്പോൾ നമ്മൾ കൂടെ തൊടാൻ നേരത്തും ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഭാഗം ഇളകാനും പാടില്ല, അനക്കം തട്ടരുത്. കറക്റ്റായിട്ട് നമ്മൾ അത് ചെയ്യുക. എന്നിട്ട് കുറച്ച് അത് അളമ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ പയ്യെ കവറങ്ങോട്ട് അഴിക്കാം. പയ്യെ അയക്കണം. നമ്മൾ ആക്രാന്തം കാണിച്ചൊന്നും അഴിച്ച് അത് കുളമാക്കി കളയരുത്. കാരണം ചിലപ്പോൾ നമ്മൾ 10 ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓരോനായിരിക്കും പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതും പോയി കഴിഞ്ഞാൽ ആകെ വിഷമാവും. അപ്പോൾ നമ്മളത് കവർ അഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഫുള്ളായിട്ട് ഇത് വരും. അത് താഴെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് കിള്ളിക്കളയുക. ഇത് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത കൊമ്പിൽ മാത്രം ഇലകൾ നിർത്താം. എന്നിട്ട് നമ്മൾ പയ്യെ ഒരു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ, അതായത് ഒരു മാസം കൂടി കഴിയുമ്പോൾ നമ്മൾ ആ കെട്ടിയണ ഇത് അഴിച്ച് കാണാം. അല്ലെങ്കിൽ അവിടെ ടൈറ്റായിട്ട് മരത്തിലേക്ക് ആ കെട്ട് കയറി ചിലപ്പോൾ അതവിടെ വെച്ച് മുറിഞ്ഞു പോകാനും ചിലപ്പോൾ ഉണങ്ങിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വള്ളി നമ്മൾ അഴിച്ച് കുറച്ച് ഒന്ന് സ്ട്രോങ് ആയി പിടിച്ച് കഴിഞ്ഞ ശേഷം മാറ്റുക. അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റത്ത് ചിലപ്പോൾ അതിന് മുമ്പൊക്കെ മാറ്റാൻ വല്ല കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഇലയുടെ വെയിറ്റ് കൊണ്ട് ചിലപ്പോൾ ഇളകി പോവും. അപ്പോൾ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞ മനുഷ്യൻ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം ഒരു ശ്രദ്ധിക്കുക. ഈ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 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 ഉദ്ദേശിക്കുന്ന മരത്തിലേക്ക് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കൊമ്പ് കറക്റ്റായിട്ട് ഒരു സൈഡ്, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ആരും ശ്രദ്ധിക്കില്ല, ആരും കറക്റ്റായിട്ട് പറഞ്ഞില്ല. കാരണം കൊമ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സെൻറ്ററിലേക്ക് ഇറക്കി വെച്ച് 2 വള്ളിയിട്ട് അങ്ങനെ കെട്ടറാണ് കാണിക്കുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തത് കറക്റ്റ് കൊമ്പായിരുന്നു. ഇത് നമ്മളൊരു സൈയാണ്, നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കൊമ്പ് തീരെ ചെറുതാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചാൽ എങ്ങനെ ചെയ്യേണ്ടത്, അതാണ് അതിന് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം നമ്മളത് ആദ്യം ചെയ്തത് നമ്മൾ കറക്റ്റ് വലിയ കൊമ്പായതുകൊണ്ട് ഏതാണ്ട് ഏകദേശം കറക്റ്റായി നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു അതിനേക്കാളും ചെറിയൊരു കമ്പാണ്. അപ്പോൾ അത് നോക്കാം. ഇത് കുറച്ചുകൂടി ചെറിയൊരു കമ്പ് കിട്ടിയതാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ചുകൂടി വേണം, വലിപ്പമുണ്ട്. അപ്പോൾ അത് അത്ര ക്ലിയർ ആവില്ല. അപ്പോൾ ഇതാണ് തീരെ ചെറിയ. അപ്പോൾ നമുക്കൊരു വലിയൊരു ഇച്ചിരി വലിയ മരത്തിലാണ് ഈ ചെറിയൊരു അത് നമ്മൾ ഉദ്ദേശിച്ച കൊമ്പ് ഇറക്കണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു സൈഡിലേക്ക് ഒരു സൈഡ് ക്ലിയർ ആവണം. കാരണം ഈ വയ്ക്കേണ്ട കൊമ്പിൻ്റെ തൊലിയും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മരത്തിൻ്റെ തൊലി ഒരു സൈഡെങ്കിലും കറക്റ്റാണ്. എല്ലാവരും ഇത് നടുക്കയിലേക്ക് കുണ്ണങ്ങോട്ട് വയ്ക്കും. ഇതിങ്ങനെ നടുക്കയിലേക്ക് വയ്ക്കും. എന്നിട്ട് അവിടെ വള്ളിയിട്ടവിടെ കെട്ടും. അപ്പം നമുക്ക് എന്താണെന്ന് ക്ലിയർ ആവില്ല. ഇത് നമ്മൾ ഒരു സൈഡ് കണ്ടോ ഇതേപോലെ നല്ല ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് അത് ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആവുള്ളൂ. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആവില്ല. നമ്മൾ ചെയ്ത് ശ്രമിക്കുക. ഇപ്പോൾ എല്ലാം നമ്മൾ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു കമ്പിൽ നമുക്ക് സെൻറ്റർ മുറിക്കാതെ തന്നെ 2 സൈഡിൽ ഗ്രാഫ്റ്റിംഗ് പല ടൈപ്പ് ഉണ്ട്, ഒരുപാട് ടൈപ്പ്. നമ്മൾ യൂട്യൂബൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറൈറ്റി ഗ്രാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പം ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പാകത്തിന് ഒരു ചെറിയ കൊമ്പിൽ വേണമെങ്കിൽ നമുക്ക് അപ്പുറം കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ മരമാണെങ്കിൽ നമുക്കത് ഇതൊരു ഇച്ചിരി മുഴുപ്പുള്ള മരമാണെങ്കിൽ നമുക്ക് ഒരു കമ്പയിൽ തന്നെ ഇത് കണ്ട ആ തൊലി അപ്പുറം കിള്ളിയിട്ട് നമുക്കിത് ഇതുപോലെ ഇറക്കി വയ്ക്കാം. ഇതേപോലെ ഇറക്കി വയ്ക്കുമ്പോൾ ഒരു മരത്തിൽ 3, 4, 5, 2 ഇപ്പോൾ ഈ ഒരു കൊമ്പ് ഇതിൽ 2 റൺ ചെയ്യാം. ഇപ്പോൾ ഇതിനൊക്കെ കുറച്ചൊരു വലിയ ഒരു മരമാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്പ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ കായ്ക്കാണ്ടിരിക്കണ മാവോ അല്ലെങ്കിൽ ഇങ്ങനെ ബൊഗെയിൻവില്ലകളൊക്കെ നിൽക്കണതിലൊക്കെ നമുക്കിങ്ങനെ സ്ഥലമില്ലെങ്കിൽ ഇപ്പോൾ 4 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലമുള്ളതിന് ഒരുപാട് ടൈപ്പ് മാങ്ങ മരമൊന്നും പിടിപ്പിക്കാൻ പറ്റില്ല, മാവൊന്നും പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മരത്തിൽ തന്നെ നമുക്ക് വെറൈറ്റികളായിട്ട് നമുക്ക് ഇങ്ങനെ 5-6 ടൈപ്പ് നമുക്ക് നല്ല നല്ല മാങ്ങകൾ കിട്ടണം. അതിൻ്റെ കൊമ്പ് കായ്ച്ചതിൻ്റെ ചെയ്യാവുള്ളൂ. അതായത് ഫ്ലവർ ഇട്ടതിൻ്റെ ആണെങ്കിലും കാഴ്ചേൻ്റെ ആണെങ്കിൽ കൊമ്പെടുത്ത് നമുക്ക് അതായത് സൈൻ നമ്മളെടുത്ത് ചെയ്യാവുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ വർഷങ്ങളോട് മാവൊക്കെ ആണെങ്കിൽ വർഷങ്ങളോട് നീണ്ടു പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക.
നമ്മൾ ഒന്ന് രണ്ട് ചെയ്തിട്ട് പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കരുത്. വീണ്ടും വീണ്ടും ചെയ്ത് ശരിയാവും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.